ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു കഥയുണ്ട്. ഇവനും ഉണ്ട് അവളും ഉണ്ട്. അപ്പോൾ കഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസ് ഗ്യാങ്ങെല്ലാം കൂടെ തീരുമാനിച്ചു നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ എല്ലാവരും കൂടെ വാ എന്താണെന്ന് പറഞ്ഞിട്ട് ശരി ഇന്ന് പ്ലാൻ ചെയ്തു. എല്ലാവരും റെഡിയായി. ഞാനാണെങ്കിൽ ഒക്കെ എല്ലാം പ്ലാൻ ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു എന്തോ ഒരു എമർജൻസി ഉണ്ടെന്ന്. അപ്പോൾ ഒരാൾ പോയോ, പിന്നെ ഒരാൾ പറഞ്ഞപ്പോൾ ഇവർ വരുന്നില്ല അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മുടെ പ്ലാൻ അങ്ങനെയാണല്ലോ, എല്ലാവരും കൈയൊടിയും. പക്ഷേ അവിടെ ഒരാൾ നിൽക്കും നമ്മുടെ കൂട്ടത്തിൽ, ശരി ലെറ്റ്സ് ഗോ എന്ന് പറയാം. അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ ആളെ ഞാൻ എന്തായാലും കാണിക്കുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. ഈ പ്ലാൻ ഓണായത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ ആ കൂട്ടുകാരി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ ഞാനും വൈകിയും കൂടാണ് പോകുന്നത്. പിള്ളേരെ എങ്ങനെയൊക്കെയോ സൈഡാക്കി വെച്ചിരിക്കുക, ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഗൈസ്, നല്ല പൊരിഞ്ഞ വെയിലാണ്. അപ്പോൾ ഈ പൊരിഞ്ഞ വെയിലത്ത് നമുക്ക് എവിടെ ഒരു തണലോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരി വരുന്നുണ്ട്, ഓട്ടോയിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഭയങ്കര വെയിലാണ്, അത്രയ്ക്ക് പൊരിഞ്ഞ വെയിൽ. ഗൈസ്, എൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ അതാരാണെന്ന്? മറ്റാരുമല്ല, ഇവിടെയാണ് എനിക്ക് കിട്ടിയത്. ഇവിടെയാണ് പറഞ്ഞത് ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വ്ളോഗ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ജീൻസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇത് അറിയത്തില്ലല്ലോ. ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ ഞങ്ങൾ ഓട്ടോ ആണെന്നെ പറഞ്ഞു വിട്ടിട്ട് ഇത് രണ്ടും പുതിയതല്ലേ? വൈകിട്ട് നോക്കുന്നുണ്ട്. കുറച്ചെടുത്താൽ മതി വേഗം. സോ ഗൈസ്, നമ്മൾ എവിടെ വന്നാലും ഫസ്റ്റ് നമ്മൾ ഈ വാഷ്റൂമിൽ വന്നാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. നല്ല കണ്ണാടിയാണ്. അതെ, ഇത് നല്ല രസമുണ്ട്. എന്നോ പറയുന്ന പ്ലാനിലേക്ക് പോലും ഞങ്ങൾക്കൊക്കെ വാങ്ങാൻ പോകും. ആന അവന് ഭയങ്കര ഇഷ്ടം. ഒന്ന് ആന ഭയങ്കര ഇഷ്ടം, രണ്ട് യെല്ലോ കളർ ആണോ? രണ്ടിലും ഒരു പ്രത്യേകത ഉണ്ട്. ഒരു റോയൽ, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത കളറാണ്. അതിൽ റോയലായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടെ റോസ്മേരിയുടെ ഓയിലുണ്ട്. ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരുന്ന് പുള്ളിക്കാരനും ബോറടിച്ചു. ബുദ്ധനും അതേപോലെ തന്നെ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ കിടക്കും. ഇത് നോക്കിയാൽ നന്നായിട്ടുണ്ട് കേട്ടോ, അല്ലേ? അതെ, ചാരിയസേരിൽ എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇത് കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ട്. ഇവിടെയൊക്കെ നമ്മൾ കയറാൻ പോകുന്നത് പ്യുവർ പറഞ്ഞു പ്യുവർ ഹോം പ്ലസ് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കാണുന്നത്.
അവനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഞാൻ നാട്ടിൽ ഡെലിവറിക്ക് പോകുന്നു. ക്രാഫ്റ്റിന് വരുമായിരുന്നു. നല്ല രസമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ സൂപ്പറായിട്ടുണ്ട്. കഴിക്കാൻ തോന്നത്തില്ല. നമ്മൾ താഴെ ഇട്ട് ചെണ്ട ആക്ച്വലി ചെണ്ട എൻ്റെ വെള്ളാനകളുടെ മാറ്റം. ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നു. അല്ല, ഞങ്ങൾ ഇടയ്ക്ക് നോക്കാൻ വരും. ഞങ്ങളാണല്ലോ ഇതിന്റെ മുതലാളികൾ. നെക്സ്റ്റ് ആഴ്ച ഞങ്ങൾ പോകുന്നത് മാത്സിലേക്കാണ്. അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ടിക്കറ്റ് ഇല്ലാണ്ട് ഇതിനകത്തൊന്നും കേട്ടത്തില്ല. അദ്ദേഹം 6 o'clock വരുന്നത്. ആക്ച്വലി നമ്മൾ ടൈം പറഞ്ഞിട്ടില്ല. സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചു വരുവാണ്. സർപ്രൈസ് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ. നമ്മളൊരു ടിക്കറ്റ് വേണം. ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ മണിയില്ല. ശ്രീനിവാസനൊക്കെ കിട്ടുന്നതാണ്. അവിടെ പോകാം. എങ്ങോട്ടാ പോന്നെ? Recording? Yeah. ഞാൻ നിങ്ങളുടെ വിനീത് 6:30 വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് റീൽസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ നാളെ ഓക്കെ. ഞങ്ങൾക്ക് റീൽസ് ഒന്നും ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല. ഭയങ്കര നോയ്സ് പൊല്യൂഷനും, പിന്നെ അത് മാത്രമല്ല ഇവിടെ കുറേ സെക്യൂരിറ്റി തള്ളച്ചികളൊന്നും നമ്മളെ കൊണ്ട് ആ സൈഡിലേക്ക് വിടുന്നില്ല. ഞങ്ങൾക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയത് ഞങ്ങൾ അതുവഴി കയറി അവിടെയെങ്കിലും ഒന്ന് ചെയ്തേനായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം ഭയങ്കര ഈ വിനീതിന് വരാൻ കണ്ട സമയം. വിനീതിനോട് അപ്പോഴേ പറഞ്ഞ വരണ്ട വരണ്ട, അപ്പോഴും പറഞ്ഞില്ലേ. അല്ല, ബെൻസ് ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ട്രെയിൻ ഞങ്ങളെ കൊണ്ട് റീൽസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നു. മൊത്തത്തിൽ ഞങ്ങളുടെ അതാ വരുന്ന അടുത്തത്. ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. ഇവിടുത്തെ വ്ളോഗന്മാരെ ഒന്നും ഇവിടെ കയറ്റത്തില്ലെന്ന്. എന്നാലും ഞങ്ങൾ തോറ്റു കൊടുക്കൂല. ഏതെങ്കിലും ഒരു മൂല ഞങ്ങൾ
ഇങ്ങനെ പോവാ. അമ്മായി എങ്ങനെ പോന്ന്? അട്ടി കപ്പിയാ? എടുത്തില്ലേ? അങ്ങോട്ടേക്ക് ആഴുണ്ടോ? ആഴം കാണുമായിരിക്കും. പോകെ പോകെ എങ്ങനെയായിരിക്കും? പക്ഷെ എനിക്ക് ഇഷ്ടമായിരിക്കും. ഞങ്ങൾക്ക് എവിടെയും റീൽ ചെയ്യാനുള്ളൊരു അവകാശവും ഇല്ല, ഒരു സാധ്യതയില്ല. അവസാനം ഞങ്ങൾ വിചാരിച്ചു ഈ അട്ടി കാപ്പിൻ്റെ സൈഡിൽ വന്നിട്ട് ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കുന്നില്ലേ തബല? അപ്പോൾ നമുക്കൊരു സാധാരണ വീഡിയോ പോലും എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ബട്ട് നോ വറീസ്, ഞങ്ങൾ ഇരുന്ന് കളിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഞങ്ങൾ ഇരുന്ന് കളിച്ചിട്ടുണ്ട്, കാണാം. അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഒരു കൂട്ടുകാരിയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാരി വരുമോ എന്ന് അറിയില്ല. പക്ഷേ ട്രൈ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നേരെ പോയി ഫുഡ് കോർട്ടിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് സ്കൂട്ടാവും. ശ്രീനിവാസനെ ഒളിഞ്ഞു നോക്കുകയാണ് ഗൈസ്. പക്ഷെ ഒരു സംഭവം കിട്ടത്തില്ല. കൃഷ്ണനെ വരുന്നുണ്ടോ? വല്ലവരും കിട്ടുന്നുണ്ടോ? പിന്നെ വിനീത് ശ്രീനിവാസനെ കാണാത്തതല്ലേ പ്രേക്ഷകർ? പിന്നെ എന്താണ് കാണിക്കാൻ പോകുന്നത്? അതെ, ഇത് മൊത്തം നിങ്ങൾ കാണണം കഴിച്ച്. എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾക്ക് ഒന്നും കാണുന്നില്ല. ഞങ്ങൾ ഇനിയും എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര ഒരു 6:30 ആകുമ്പം ഇവിടെ വിനീത് ശ്രീനിവാസൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഒന്നും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി നമ്മൾ പോകാമെന്ന് വിചാരിക്കും. ഈ ഫുഡ് കോർട്ടിലൊക്കെ പോയാണ് കഴിക്കുക. പക്ഷേ ഇന്നൊരു ഡിഫറൻറ്റ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇറ്റ് ഇസ് ടോസ്കാനോ എന്താണെന്നൊന്നും അറിയില്ല ഗൈസ്. പക്ഷേ ഞങ്ങൾ ഇവിടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. സോ ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇറ്റ്സ് ലൈക്ക് വൈനൊക്കെ ഉള്ളതാണ്. വൈനാ പെണ്ണേ. അപ്പോൾ നമുക്ക് നേരെ വീണ്ടും അങ്ങോട്ട് തന്നെ പോകണം. ഇറ്റ്സ് എ പിസേറിയ ഉണ്ട് കണ്ടോ? അപ്പോൾ നമുക്ക് അത് കഴിക്കാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ട്രൈ ദിസ്. ഒക്കെയാണ് ഗൈസ്. സോ ഞങ്ങൾ 3 സീറ്റർ സ്ഥലത്തേക്കാണ് വി ആർ ജസ്റ്റ് ഗോയിങ് ഹെഡിങ്. സോ ഞങ്ങളിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. മെനു ഒക്കെ നമുക്കിവിടെ നോക്കാം എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ ഗൈസ് മെനു ഒക്കെ കൊണ്ടുവന്ന് തന്നു ഗൈസ്. സോ നമ്മളിത് നോക്കി ഓർഡർ. മൈ ഗാഡ്, ഇതൊക്കെ വൈനാണെന്ന് തോന്നുന്നു. അതൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വൈൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. നിങ്ങൾ നോക്കൂ, അതിനകത്ത് വല്ലതും കഴിക്കാനുള്ള സംഭവം നോക്ക്. എന്ത് കോൾഡ് നോക്കിക്കേ. അതിനകത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. എല്ലാം 3 ഡിജിറ്റാണോ അതോ 4 ഡിജിറ്റാണോ? എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. മാർഗരീറ്റ വിഷമത്തിലാ. ആണോ? തൊടണ്ട അത്. എന്താ അല്ലേ ഗൈസ്, ഞങ്ങൾ ഇവിടെ വന്ന് വെറുതെ കാറ്റ് കൊള്ളാനായിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിലയെല്ലാം കണ്ടിട്ട് ആകെ അന്തം തള്ളിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ നിന്ന് എങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് മേടിക്കാം. ഇവിടെ കയറിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഈ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പെസ്റ്റോ ഈ നോസി എന്ന് പറഞ്ഞിട്ട് ക്രീമി ബേസിൽ പെസ്റ്റോ ഗ്രിൽഡ് എഗ് പ്ലാന്റ് ഉണ്ട്. അതാണ് എനിക്കറിയാത്തത്. നമ്മുടെ ബ്രിഞ്ചോൾ ആണല്ലോ, പക്ഷേ ഗ്രിൽഡ് ആയതുകൊണ്ട് ഇറ്റ് ബി ഗുഡ് ഐ ഫീൽ. പിന്നെ ആട്രിച്ചോക്ക്, സൺ ഡ്രൈഡ് ടൊമാറ്റോസ്, മിക്സ്ഡ് നട്ട്സ്, ഗോട്ട് ചീസ് ക്രംബിൾസ് ഒക്കെയാണ്. സോ ലെറ്റ്സ് ട്രൈ. ഇത് ഇറ്റാലിയൻ ആണോ? ഓ, എന്തായാലും കൊള്ളാം. നല്ല സ്ഥലത്താണോ? പക്ഷെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഗൈസ്. എക്സ്പീരിയൻസ് അവർ ഒമേഗയോ ആൽ റിസ്റ്റോ. ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് തിരിച്ചു പോകണ്ട, എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വി ഓർഡർ പിസ്സ.
choro ganão, o todo me choro ganão para o perto de aí, o perto de aí. കോഴി ഗൈസ്, ഇവിടെ വിനീതിന്റെ പാട്ട് നടക്കുന്നു. നല്ല ആംബിയൻസ് ആണ്. വിനീത് വരാൻ 6:30 ആവും. അപ്പൊ ഞങ്ങൾ അതുവരെ ഞങ്ങൾ ഈ അപ്പൊ തൊട്ടപ്പുറത്തുള്ള ഇവിടെ കയറിയതാ. ടോസ്കാനോ നന്നായിട്ടുണ്ടല്ലേ? അതന്നെ, ഞങ്ങൾ വെറുതെ കയറി. ഇത് ഞങ്ങൾ ടച്ച് ചെയ്യുന്ന പോലുമില്ല. ദിസ് ഇസ് 100 rupees. പെപ്പർ സോസ്. അവരുടെ ലൈവ് കൺസേർട്ട് അല്ലേ? അല്ലേ, നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ഇത് ഭയങ്കര തിക്നെസ്, ഇത് ഭയങ്കര തിന്നായിട്ടുണ്ടല്ലേ? അതിന്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് ഒക്കെ അതൊക്കെയോ ടോപ്പിംഗ്സ്? ഒത്തിരി ടോപ്പിംഗ്സ് ഉണ്ട്. സീഡ്സ്, നട്ട്സ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായോ? വിനീതിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയുള്ള ക്യൂ നോക്കുക എത്രയാണെന്ന്. ഇവരൊക്കെ ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. ടിക്കറ്റ് ഒക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ലോണം അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇനി തിരിച്ച് നമ്മുടെ അകത്തേക്ക് പോവാണ്. സോ ഗൈസ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നേ? ടിക്കറ്റിന് വില എത്രയെന്നൊക്കെ അറിയാൻ വേണ്ടി ഇവളുമാർ പോവാണ്. പോയി നോക്ക് എത്ര വിലതും കിട്ടുമോ നോക്ക് ചുളുവിന്. ഇവളുമാർ ടിക്കറ്റിന് എത്ര രൂപയെന്നൊക്കെ അറിയാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്താവുന്നൊന്നും അറിയത്തില്ല. നേരെ പോകുന്നുണ്ട്. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം. മുട്ടയോടൊക്കെ ചോദിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് വാങ്ങിക്കോളൂ, ദൂരെ നിന്ന് കണ്ടാൽ മതിയെന്ന്. എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. വാ എന്താണ് അവർ പറഞ്ഞെന്നറിയത്തില്ല. എന്തൊക്കെയോ അഭിനയിച്ച് വരുന്നുണ്ട്. സോൾഡ് ഔട്ട് ആയോ? എത്ര രൂപയാണെന്ന് ആണോ? അതെ, സാരമില്ല, നമുക്കിനി അവിടെ പോവാം വിചാരിച്ചു. പക്ഷേ ഈ ക്യൂ കണ്ടിട്ട് വേണ്ട. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം അല്ലേ? സാരമില്ല. അതെ, വിനീതേട്ടൻ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരട്ടെ. ഓക്കെ ഗൈസ്, നമുക്കിനി വീണ്ടും തിരിച്ച് അകത്തേക്ക് പോകാം. നമ്മളെന്തായാലും ഈ ടസ്കാനോ ഇവിടെ നല്ല പിസ്സ ആയിരുന്നു. ബട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും കഴിച്ചില്ല. എന്താണ് നീ വെള്ളം കുടിക്കാതെ? നീ വെള്ളത്തിൻ്റെ ആളായിരുന്നല്ലോ. എന്താ കാരണം? എന്താ എന്നോട് പറ കൃഷ്ണ, എന്താ നീ അവിടെ നിന്ന് വെള്ളം പോലും കുടിക്കും? ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അത്രയൊക്കെ പറഞ്ഞെങ്കിൽ അത് വാസ് വെരി ടേസ്റ്റി നൈസ്. വെള്ളത്തിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാ? അല്ല, വെള്ളം ഒരേ ടേസ്റ്റ് അല്ലേ? ഇവിടെ തുറന്ന് കുടിച്ചാലും ഞാൻ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ചു കുടിച്ചാലും ഒരേ ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ടേസ്റ്റ് വേണ്ട, അനാവശ്യമല്ലേ. ശരിയെങ്കിൽ അപ്പം നമുക്ക് വേറെ എവിടെന്നെങ്കിലും പോയിട്ട് വെള്ളം കുടിക്കണം. ഇനി നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം ഗൈസ്. നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നോക്കാം.
270 ക്ലാസിക്. മാസം വെയിറ്റ് ചെയ്ത് വന്നില്ല. എന്തെങ്കിലും പ്രശ്നമായോ? നെക്സ്റ്റ് ഒരു കോള് അല്ലെങ്കിൽ അതിനുള്ളൊരു ഇത് ചെയ്യണ്ടേ അവർ അതെന്തിങ്ങനെ. സോ ഞങ്ങളിവിടെ വാഫിൾ സൺഡേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു വാനില ബട്ടർ സ്കോച്ച് അങ്ങനെയുള്ളൊരു സംഭവം. അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ ഇത്ര നേരം വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഇവിടെ കൊടുക്കാറുണ്ട്. പ്ലാൻ ചെയ്തത് എങ്ങനെയെങ്കിലും സ്കൂട്ടാവും. ഞാൻ ഷീരുന്നു വന്ന് എത്തി നോക്കാനൊക്കെ നോക്കി ഗൈസ്. പക്ഷേ യു കനോട്ട് സീ. അവർ ഭയങ്കര വിദഗ്ധമായിട്ട് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ്സ് ഓക്കെ. സാരല്ലടി, വിനീത് ശ്രീനിവാസനെ നമുക്ക് പിന്നെ കാണാം. അവരൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, നമുക്കത് കണ്ടാലോ. സിനിമയുടെ പേരൊന്നും അറിയത്തില്ല, പക്ഷെ അതിനകത്തൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേബി 30 കഴിഞ്ഞെല്ലാം തള്ളച്ചികളാ ബേബി. സത്യം എല്ലായിടത്തും ഒരു അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഷോ കാണാൻ പറ്റില്ല. ഇത് നല്ല രസമുണ്ടല്ലോ. ഇന്ത്യ. ഹായ്, ഞങ്ങൾ ഇതുപോലെ ഇതാ അവിടെ 2 നർത്തകിമാർ. നല്ല രസമുണ്ടല്ലേ. എനിക്കൊന്ന് റിപ്പബ്ലിക് ഡേന് വേണ്ടി അവർ ചെയ്തു വെച്ചതാണ്. ഇറ്റ്സ് നൈസ്. സോ ഇനി നമ്മൾ നെക്സ്റ്റ് വീട്ടിലേക്ക് പോവാണ്. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ഫുള്ള് കറങ്ങി ഗൈസ്. ഇനി ഒന്നുമില്ല കാണാൻ. ലാസ്റ്റ് നമുക്ക് ഈ നർത്തകി അവിടെ ചെന്ന് വേണമെങ്കിൽ ഒന്ന് നിൽക്കാം അല്ലേ അമ്മണി. ഞങ്ങളുടെ ഒരു വീഡിയോ ഗൈസ്. ഞങ്ങളുടെ ഇന്ന് ഡേ ഫുൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലായിടത്തും പോയി കറങ്ങി, പലതരം ന്യൂ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ അടിച്ച്. വിനീത് ശ്രീനിവാസിൻ്റെ പാട്ട് കേട്ടില്ലെങ്കിലും സാരമില്ല, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. അപ്പം വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.